നമ്മളിപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ സെയിൽ എങ്ങനെ ചെയ്യാം, സെയിൽ റിട്ടേൺ എങ്ങനെ ചെയ്യാം, ഒരു പുതിയ പ്രൊഡക്റ്റ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പർച്ചേസ് എങ്ങനെയാണ് അടിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് പർച്ചേസ് അടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഒരു പർച്ചേസ് പാർട്ടീനെ ഉണ്ടാക്കണം. പർച്ചേസ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇറക്കണം, ഇപ്പോൾ മറായി ഉണ്ടാവും, നാദക്ക് ഉണ്ടാവും, ഇതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ അവരുടെ അടുത്താണ് പർച്ചേസ് ചെയ്യാം. ആ ഒരു പർച്ചേസ് പാർട്ടീനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മാനേജിൽ പോകണം. ഈ ഒരു മാനേജിൽ പോയിട്ട് ഇത് എല്ലാ വട്ടം ചെയ്യണ്ട, ഒരു വട്ടം പർച്ചേസ് പാർട്ടീനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഉണ്ടാവും. പർച്ചേസ് പാർട്ടീനെ എന്ത് ചെയ്യാം, ഈ മാനേജിൽ പർച്ചേസ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ടാബ് ഉണ്ടാവും, അതിന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇതിന് മുമ്പ് നമ്മൾ സേവ് ചെയ്ത പർച്ചേസ് പാർട്ടീസ് ഒക്കെ ഇവിടെ ഉണ്ടാവും. അതിന് പുറമെ നമുക്ക് പുതിയ ഒരാളെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ന്യൂ പർച്ചേസ് പാർട്ടി എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പർച്ചേസ് പാർട്ടീൻ്റെ പേര് ആഡ് ചെയ്യാം. ഒരു ഇതിൽ അൽമറായില്ല, ഞാൻ അൽമറായി എന്ന് അടിക്കാണ്, അൽമറായി. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ അറബി അടിച്ചു കൊടുക്കാം. ഇപ്പോൾ അൽമറായി അത് അത്യാവശ്യമല്ല, പക്ഷെ ഒരു പ്രൊഫഷണാലിറ്റി കിട്ടണമെങ്കിൽ അതിൻ്റെ ഒരു ഇപ്പോൾ അൽമറായി ഞാൻ അറബിയിൽ അടിക്കാം. ഓക്കെ, അൽമറായി. ഇപ്പോൾ ഈ നീല കളർ ഇട്ടയിലാണ് നമുക്ക് എപ്പോഴും എന്തുള്ളത്, പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അത് അതാവാതെ ഒരിക്കലും സേവ് ആവില്ല, അതിൽ അടിക്കാതെ ഒരിക്കലും സേവ് ആവില്ല. മറായിൻ്റെ ഇമെയിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതല്ല ഇനിയിപ്പോൾ മറായിക്ക് ഓപ്പണിംഗ് ബാലൻസ് ഇപ്പം ഇന്നത്തെ ഡേറ്റ് വരെ മറായിലേക്ക് എന്തെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അതും കൊടുക്കാം. അപ്പോൾ ഞാനൊരു 500 റിയാൽ ബാക്കി കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാം. ആരെ കോണ്ടാക്ട് നമ്പർ, പിന്നെ എന്തെങ്കിലും കൊടുക്കാം, ഓല അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, ഓല അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഓരോ വാറ്റ് നമ്പർ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനി സ്പെഷ്യൽ സെയിൽസ്മാൻ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, അഡ്മിൻ പർച്ചേസ് ആയിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മറായിൻ്റെ ഡീറ്റെയിൽസ് റെഡിയായി. ഒരു പ്രാവശ്യം ഇങ്ങനെ വെണ്ടറിനെ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങളത് പിന്നീട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ടാബ് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അഡ്മിൻ പർച്ചേസ്, അഡ്മിൻ ആണല്ലോ അതിൽ മെയിനായിട്ട് പർച്ചേസ് ചെയ്യാം. അതായത് ഈ പർച്ചേസിൽ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്ത പർച്ചേസുകളൊക്കെ ഇവിടെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് നിൽക്കണമെങ്കിൽ പ്രിന്റ് എടുക്കണമെങ്കിലൊക്കെ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തതെന്നൊക്കെ ഇവിടെ കാണാൻ കഴിയും. പിന്നെ അതല്ല ഇനി പുതിയൊരു പർച്ചേസാണ് വേണ്ടതെങ്കിൽ അവിടെ ന്യൂ പർച്ചേസ് അടിക്കുക. ഈ ന്യൂ പർച്ചേസ് നിങ്ങൾക്ക് എവിടെ അടിക്കാം, പർച്ചേസ് എടുക്കുക, അഡ്മിൻ പർച്ചേസ് എടുക്കുക. ഇതിൽ ഇവിടെ ഈ ന്യൂ പർച്ചേസ് എന്നുണ്ടാവും. ഈ ന്യൂ പർച്ചേസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു പർച്ചേസ് എൻ്റർ ചെയ്യാണ്. ആദ്യമായിട്ട് നമ്മളിവിടെ എവിടുന്നാണ് പർച്ചേസ് ചെയ്യണമെന്ന് അടിച്ചെടുക്കണം. ആരുടെ അടുത്ത് നിന്നാണ് മറായി. ഓക്കെ, മറായിൻ്റെ ഒരു ബിൽ നമ്പർ ഉണ്ടാവും, അതെന്തെങ്കിലും അടിച്ചെടുക്കുക. ആ ബിൽ നമ്പർ കറക്റ്റ് അതിലുണ്ടാവും, നോക്കി അടിച്ചെടുക്കുക. അതിന് അനുസരിച്ചായിട്ട് നമ്മൾ അതിൻ്റെ പ്രൊഡക്ട്സ് നമ്മൾ എങ്ങനെ കയറ്റുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ പ്രൊഡക്ട്സ് കയറ്റിയത് ഓൾറെഡി ഇതിലുണ്ടാവും. അതിനനുസരിച്ചിട്ട് നമ്മൾ മറായിൻ്റെ പ്രൊഡക്ട്സ് അടിച്ചെടുക്കുക. ഇപ്പോൾ അതേപോലെ തന്നെ ഇങ്ങനെ എത്ര പ്രൊഡക്ട്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് ആ പ്രൊഡക്ട്സ് ഒക്കെ അടിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ വില നമുക്ക് കിട്ടുന്ന വില, അതായത് പർച്ചേസ് പ്രൈസ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഇവിടെ അടിച്ചു കൊടുക്കണം. അതായത് ഇപ്പോൾ ഇതിപ്പോൾ 10 റിയാലിനാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്, അത് ചെറിയൊരു വ്യത്യാസം വന്ന് അതൊരു 12 റിയാലായി. ഓക്കെ, അത് എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, 12 റിയാലിൻ്റെ ഒരു 5 എണ്ണമാണ് ഞാൻ ഇറക്കിയത്. ഓക്കെ, അതിലെന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ 12 റിയാലാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ പർച്ചേസ് വാല്യൂ ഞാൻ മാറ്റി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഇപ്പോൾ അയലാന്നുള്ളൊരു പ്രൊഡക്റ്റാണ് വിചാരിക്കുക. അത് പർച്ചേസ് പ്രൈസ് എനിക്ക് എത്രയൊക്കെ കിട്ടിയതെന്ന് വെച്ചാൽ ഒരു 7 റിയാലിനാണ് കിട്ടിയത്. ഓക്കെ, അത് എനിക്ക് ഓൾറെഡി 7 റിയാലിനാണ് മുമ്പ് കിട്ടിയത്. ഇവിടെ വില മാറ്റേണ്ട ആവശ്യമില്ല. അത് ഞാൻ ചിലപ്പോൾ ഒരു 25 പീസ് ഇറക്കിയിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഇറക്കിയതിന് ശേഷം ഈ സൈഡിലാണ് അതിൻ്റെ ടോട്ടലും കാര്യങ്ങളൊക്കെ വരിക. ഇത് നമ്മളെ ബില്ലും നമ്മളിവിടെ അടിച്ചതും ആ ബില്ലിലെ എമൗണ്ടും കറക്റ്റ് അല്ലേന്ന് കൺഫേം ചെയ്യണം. നമ്മൾ വിലകൾ ഇതൊക്കെ കൺഫേം ചെയ്യണം. അങ്ങനെ ഓർഡറിൽ അടിച്ചു കഴിഞ്ഞാൽ 1, 2, 3 ആ ഒരു ഓർഡറിൽ അടിച്ചു കഴിഞ്ഞാൽ കൺഫേം ചെയ്യാൻ സുഖമായിരിക്കും. ഇനി ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഈ അൽമറായിക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓല ഇറക്കിയ സാധനത്തിന് ഒരു പക്ഷേ ഇപ്പോൾ 170.25 ഞാൻ ഇപ്പോൾ നിലവിൽ അടച്ച്, അങ്ങനെ അടച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ അടിക്കാം. ഇപ്പോൾ ഈ പേയ്മെൻറ്റ് ഞാൻ അടച്ച്. ഓക്കെ,
ഇതെന്ത് ചെയ്യുക, ഈ പർച്ചേസ് ആഡ് ചെയ്യുക. ഇത്ര ഉള്ളൊരു പർച്ചേസ് ആഡ് ചെയ്യാൻ ആ പർച്ചേസ് അവിടെ ആഡ് ആയി.